വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്രവാർത്ത ഞാൻ ഇന്ന് കണ്ടു. എഞ്ചിനീയറിംഗ് റാങ്ക് കേരള സിലബസിലുള്ളവർ പിറകിലാകുന്നത് പഠിക്കാൻ സമിതി. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ കേരള സിലബസിലെ സ്റ്റുഡൻസ് പുറകിലാവുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺസും മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ, ആ സമിതിയിൽ ആരെല്ലാമാണുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരും അതേപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികളും അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാക്കി 2 മാസമാണ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സമിതി 2 മാസം എടുത്ത് പഠിക്കേണ്ട വിഷയമൊന്നും ഇവിടെ ഇല്ല. ആക്ച്വലി വിഷയം പഠിക്കാൻ 1 മണിക്കൂർ നേരം കൊണ്ട് മുമ്പ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ട ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ എഴുത്തുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തവണ കേരള എൻട്രൻസ് എഴുതുന്ന സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ വലിയ ആശങ്കയിലാണുള്ളത്. എനിക്ക് തന്നെ ഓരോ ദിവസവും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. സർ, ഇത്തവണെങ്കിലും കാര്യങ്ങളൊന്നും ശരിയാവോ, ഞങ്ങൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടത്ര റാങ്ക് കിട്ടും. ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഈ കുട്ടികൾ പലപ്പോഴും പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ ഒരു വോയിസ് നമ്മൾ ബാക്കിയുള്ളവർ ഹിയർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പറയേണ്ടതുണ്ട്, അല്ലെ? പല കുട്ടികളും വലിയ ആശങ്കയിലാണ്. ഞങ്ങൾക്ക് ഇനി +2 മാർക്ക് കിട്ടുമോ, ഇനി +2 മാർക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് ഉണ്ടാവും. 27 മാർക്കൊക്കെയാണ് കഴിഞ്ഞ തവണ +2കാർക്ക് കുറച്ചത്, കേരള സിലബസുകാർക്ക്. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്താ കാര്യം എന്നെല്ലാമാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. എന്താണ് ഈ മാർക്ക് കുറയാനുള്ള കാര്യം? അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് കേരള സിലബസുകാരുടെ ആശങ്ക? ഈ CBSE, സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റു ബോർഡുകൾ തമ്മിൽ സ്റ്റാൻഡർഡൈസേഷൻ നടത്തുമ്പോൾ കേരള എൻട്രൻസിന്റെ പകുതി മാർക്ക് എൻട്രൻസിന്റെ മാർക്കാണ് എടുക്കുക, പകുതി മാർക്ക് +2 അല്ലെങ്കിൽ 12th മാർക്കാണ് എടുക്കുക. ഈ 12th മാർക്ക് എല്ലാ ബോർഡുകളും തമ്മിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, സ്റ്റേറ്റ് സിലബസിൽ നല്ല മാർക്ക് കിട്ടിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം എക്സാം പേപ്പേഴ്സ് എളുപ്പമായിരുന്നു, അതോടൊപ്പം തന്നെ മൂല്യനിർണ്ണയവും വളരെ എളുപ്പമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും 27 മാർക്ക് കുറഞ്ഞു. കാരണം ഒരുപാട് ആൾക്കാർക്ക് നല്ല മാർക്ക് ഉണ്ട്. അപ്പോൾ നോർമലൈസ് ചെയ്തപ്പോൾ എല്ലാവർക്കും, സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ എല്ലാവർക്കും മാർക്ക് കുറഞ്ഞു. ഇതാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്. അപ്പോൾ വളരെ ന്യായമായി സ്കോർ കിട്ടേണ്ട കുട്ടികൾക്ക് സ്കോർ കിട്ടാതെ പോയി. നിങ്ങളൊന്ന് നോക്കൂ, ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ആ ടേബിളിൽ കാണുന്നത് എന്താണ്? കേരള എൻട്രൻസ് കഴിഞ്ഞ തവണ 36,390 കുട്ടികൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചത് എഴുതി. അതായത് 70% സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികൾ എഴുതിയത്. എന്നാൽ ടോപ്പ് 5000 റാങ്ക് വന്നപ്പോൾ 2034 കുട്ടികൾ മാത്രമാണ് സ്റ്റേറ്റ് ബോർഡിൽ നിന്നുള്ളത്. അത് 40% മാത്രമാണ്. എന്നാൽ CBSEയിൽ നിന്ന് എഴുതിയ 14,541, 27% കുട്ടികളാണ് CBSEയിൽ നിന്ന് എഴുതിയത്. എന്നാൽ ടോപ്പ് റാങ്കേഴ്സിൽ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് 2034 ആണെങ്കിൽ CBSEയിൽ നിന്ന് 2785 ആണ്. 55% ആളുകളും CBSEയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ പല കാരണത്താൽ CBSEയുടെ സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. അതായത് അവർക്ക് NCERT സിലബസ്, 2 കൂട്ടർ NCERT പഠിക്കുന്നത്, പക്ഷേ 10th മുതൽ NCERT പഠിച്ചു വരുന്നതിന്റെ ഒരു കാര്യം അവർക്കുണ്ട്. NCERT സിലബസ് അവരുടെ ഒരു മെത്തഡോളജിയിൽ പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ശ്രമകരമാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അവർ പഠിക്കുന്നുണ്ട്. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. കോച്ചിങ്ങിലോട്ട് കുറച്ചുകൂടി ആക്സസ് CBSEയിലൊക്കെ പഠിക്കുന്ന വെൽ അഫേംഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ മേലെയാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന പോലെ ഈ മാർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. എന്തായാലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് എന്താണ് സൊല്യൂഷൻ? ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറൊക്കെ മാറ്റാൻ പറ്റുമോ? ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. മാത്തമാറ്റിക്കൽ ഫോർമുലക്കല്ല പ്രശ്നം, അതിന് കൊടുക്കുന്ന നമ്മുടെ ഇൻപുട്ടിന് ഡേറ്റക്കാണ് പ്രശ്നം, അല്ലെ? ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ബാധിച്ച വലിയൊരു ക്യാൻസർ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉദാരമായ മൂല്യനിർണ്ണയത്തിലൂടെ, എളുപ്പമുള്ള പരീക്ഷകളിലൂടെ നമ്മുടെ കുട്ടികളുടെ ഭാവിയെയാണ് ഇത് യഥാർത്ഥത്തിൽ ബാധിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഇത് മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ മാറ്റുമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 2 സൊല്യൂഷൻസ് ആണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഒന്നാമത്തെ സൊല്യൂഷൻ എന്നുള്ളത്, എയ്തർ യു ക്യാൻ ഡു ദിസ്, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ അടിസ്ഥാനത്തിലുള്ള മാർക്കിംഗ് സ്കീം, അതിനടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവാക്കുക. ഒരൊറ്റ എൻട്രൻസ് നടത്താൻ മുൻപത്തെ പോലെ ആ എൻട്രൻസിന്റെ മാർക്കിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിന് മിടുക്കരായിട്ടുള്ള ആളുകൾ കയറി വരട്ടെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇനി അതല്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം എക്സാമേ നടത്തണ്ട.
സെഷൻ 2 ഉണ്ടല്ലോ, സെഷൻ 2 ബേസ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എക്സാം ആണ് അത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഇതാണ് ചെയ്യാവുന്ന കാര്യം എന്നുള്ളത്. ഇവിടെ ചില ആളുകൾക്ക് ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലത്തെ ഭീകരമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഒരിക്കലും ഉണ്ടാവില്ല. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE ആവട്ടെ, നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ അത് കാരണമാവും എന്നാണ് പറയാനുള്ളത്. ഇവിടെ കോച്ചിങ്ങിലോട്ട് ആക്സസ് ഇല്ലാത്ത സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? അത് ഗവൺമെന്റ് തന്നെയാണ്. അത് +2 മാർക്ക് എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. +2 മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ കോച്ചിങ്ങിലും മറ്റും ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സൊല്യൂഷൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ +2 മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കൊടുക്കണം. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അത്ര ആളുകൾക്ക് +2 മാർക്ക് കൂടുതലാണ്. അവിടെ അത് പ്രാക്ടിക്കലി ഒരു സൊല്യൂഷനിലോട്ട് വീണ്ടും കൊണ്ടുവരുന്നിടത്ത് ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വോയിസുകൾ തീർച്ചയായിട്ടും പുറത്ത് കേൾക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇതിനൊരു മീഡിയ അറ്റൻഷനിലോട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ അഭിപ്രായം എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വലിയൊരു അഭിപ്രായ രൂപീകരണം ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഒരു വോയിസ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സാൻവൈ ലേണിംഗ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും എല്ലാം നല്ല മത്സര പരീക്ഷകൾ എഴുതി ഉന്നതങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിൽ എത്തണമെന്ന് താല്പര്യമുള്ള മെഡിക്കലായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആ ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം.